കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം മാറ്റുന്ന വിധി അറിയാൻ ഇനി ഒരു പകൽ മാത്രം. എക്സിറ്റ് പോളുകൾക്ക് പിന്നാലെ നാളെ കേരളത്തിന്റെ യഥാർത്ഥ ജനവിധി അറിയാം. സംസ്ഥാനത്ത് 43 കേന്ദ്രങ്ങളിലായി ക്രമീകരിച്ച 140 ഹാളുകളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. രാവിലെ മുതൽ ആരംഭിക്കുന്ന വോട്ടെണ്ണലിന്റെ ആദ്യ ഫലം 8:15 അറിയാം. സ്വാഭാവികമായും നമുക്കറിയാമല്ലോ, ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണിത്തുടങ്ങുക. അതിനുശേഷമാണ് വോട്ടിംഗ് മെഷീനുകളിലേക്ക് കടക്കുക. വിവരങ്ങളുമായിട്ട് ശാലിനി, രേഷ്മ ബാബു, അതോടൊപ്പം തന്നെ അനഘ എന്നീ 3 പ്രതിനിധികൾ ഞങ്ങളുടെ 3 റീജിയനുകളിൽ നിന്നായി ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്, ശാലിനിയിലേക്കാണ്. ശാലിനി, ഇനിയും ഈ ഒരു പകലും രാത്രിയും കഴിഞ്ഞാൽ നാളത്തെ ദിവസം കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമാണ്. വരുന്ന 5 വർഷക്കാലം ഈ സംസ്ഥാനം ആര് ഭരിക്കണമെന്നത് സംബന്ധിച്ചുള്ള നിർണായകമായ ജനങ്ങളുടെ തീരുമാനം നമുക്ക് നാളെ 8 മണിക്ക് ശേഷം അറിയാൻ കഴിയുന്നു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ ഒരുക്കങ്ങൾ തകൃതിയായി പുരോഗമിക്കുന്നുണ്ട്. അതിനപ്പുറം 3 ക്യാമ്പുകളുടെയും ആത്മവിശ്വാസം, എക്സിറ്റ് പോൾ വന്നതിന് ശേഷമുള്ള അവരുടെ പ്രതികരണങ്ങൾ, അതിലേക്ക് പോകാം. LDFും UDFും എന്താണ് ഈ ഘട്ടത്തിൽ പറയുന്നത്? ഒപ്പം നിർണായക ശക്തിയാകാനായി വലിയ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയ NDA ക്യാമ്പിന്റെ പ്രതികരണം എന്താണ് ഈ ദിവസം? ഇനിയിപ്പോൾ മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പേ ഉള്ളൂ കേരളത്തിലെ യഥാർത്ഥ ജനവിധി എന്താണ് എന്ന് മനസ്സിലാക്കാൻ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ രാവിലെ 8 മണിക്ക് ശേഷം ഒരുപക്ഷെ 8:15-8:30 ആദ്യ ഫല സൂചനകൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. നാളെ രാവിലെ 6 മണിയോടുകൂടിയാണ് സ്ട്രോങ് റൂമുകൾ തുറക്കുന്നത്. അതിനുശേഷം ഈ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന EVM VVPAT മെഷീനുകൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തിക്കും. 8 മണിയോടുകൂടി പോസ്റ്റൽ വോട്ടുകൾ ആദ്യഘട്ടത്തിൽ എണ്ണും. അതിനുശേഷം 8:30 മാത്രമായിരിക്കും EVM മെഷീനുകൾ എണ്ണിത്തുടങ്ങുക. പോസ്റ്റൽ വോട്ട് ഇല്ലാത്ത ഇടങ്ങളിൽ 8 മണിക്ക് തന്നെ EVM മെഷീനുകളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങുകയും ചെയ്യും. എന്തായാലും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 2026 ഒരു നിർണായക തെരഞ്ഞെടുപ്പാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല, ഒപ്പം തന്നെ ആ സമയത്തെ സാഹചര്യങ്ങളൊന്നുമല്ല. സാഹചര്യങ്ങൾ മാറി. ഒപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കൊപ്പം മുന്നണികളുടെ വളർച്ചകൾ തന്നെ മാറിയിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കണ്ണും നട്ട് മുന്നണികൾ ഇരിക്കുകയായിരുന്നു. അവരുടെ കണക്കുകൂട്ടലുകൾ പലർക്കും പിഴച്ചൊരു സാഹചര്യം. പ്രത്യേകിച്ച് 3ാം തവണയും 3.0 പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന രീതിയിൽ പന്തലടക്കം ഇടാനുള്ള കരാറുകൾ കൊടുത്ത് ഒരു ഭാഗത്ത് പിണറായി സർക്കാരിന്റെ പക്ഷക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തി, ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ള രീതിയിലൊക്കെ പ്രചാരണം നടത്തിയിരിക്കുമ്പോഴാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ തിരിച്ചടിയായി വന്നിട്ടുള്ളത്. ഏകദേശം 8-ലധികം വരുന്ന എക്സിറ്റ് പോളുകളിൽ ഒരിടത്തു പോലും തുടർഭരണം പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ UDF അധികാരത്തിൽ വരും. BJP വലിയ രീതിയിലുള്ള മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കും. 15-17 സീറ്റുകൾ വരെ കേരളത്തിൽ BJP ഇത്തവണ പിടിക്കുമെന്നുള്ളതാണ് എക്സിറ്റ് പോളുകൾ. എന്തായാലും അത്തരത്തിൽ ആ എക്സിറ്റ് പോൾ വന്നതിന്റെ പിന്നാലെ അങ്കലാപ്പിലായിരിക്കുകയാണ് CPM കേന്ദ്രങ്ങൾ, LDF കേന്ദ്രങ്ങൾ എന്നുള്ളതാണ്. ഞാൻ വളരെ പെട്ടെന്ന് മലബാറിലേക്കൊന്ന് പോകണം. അവിടെ അനഘ ഹർഷൻ തയ്യാറാണ്. അനഘ, മലബാറിനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ പോരാട്ടം, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഭീകരശക്തികളുമായിട്ടുള്ള UDFന്റെ ബന്ധം, മറുഭാഗത്ത് SDPIയും അബ്ദുൽ നാസർ മദനിയുടെ PDPയും ഉൾപ്പെടെയുള്ള വർഗീയ പാർട്ടികളെ, ഭീകര സംഘടനകളെ കൂടെ കൂട്ടി CPM നടത്തിയ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ വളരെ വിശാലമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ട, ഇതെല്ലാം നമുക്ക് നേരിൽ വളരെ പ്രകടമായി കാണാൻ കഴിഞ്ഞ, ഭീകരശക്തികളുമായുള്ള 2 മുന്നണികളുടെ ബന്ധം പ്രകടമായി കാണാൻ കഴിയുന്ന മേഖലയാണ് മലബാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നു. നാളത്തെ ദിവസം വിധി വരാനിരിക്കെ ഈ ഘട്ടത്തിൽ മുന്നണികളുടെ പ്രതീക്ഷ എത്രത്തോളമാണ്? ഗൗതം, ഈ മലബാർ മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അധികം മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ മലബാർ മേഖലയിലാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് പേരാമ്പ്രയിൽ നിന്ന് UDFന്റെ ഒരു സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ വരുന്നു. അത് കേരളം മുഴുവൻ ചർച്ചയാക്കിയിട്ടുള്ളതാണ്. ഇതാണ് കേരളത്തിലെ, വടക്കൻ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം. മറ്റൊന്ന്, കേരളത്തിൽ ആര് ഭരണം പിടിക്കും എന്ന് നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്നത് വടക്കൻ കേരളമാണ്. കാരണം ഈ കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ 65 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളത് വടക്കൻ കേരളത്തിലാണ്. അതായത് കാസർഗോഡ് മുതൽ പാലക്കാട് വരെ. ഇവിടെ ഈ 65 സീറ്റിൽ കഴിഞ്ഞ തവണ ഈ UDF സ്വന്തമാക്കിയത് 38 സീറ്റുകൾ. കഴിഞ്ഞ തവണ LDF ഈ വിഭാഗത്ത് വടക്കൻ കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിയിരുന്നു. UDF സ്വന്തമാക്കിയത് 22 സീറ്റുകളാണ്. ഇത്തവണ ഈ 22 എന്ന് പറയുന്നത് അത് ഉയർത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF എങ്കിൽ കടുത്ത ഭരണവിരുദ്ധ വികാരമില്ല. ആ 38 എന്നുള്ള സീറ്റ് അത് ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നാണ്
LDFന്റെ വാദം. പക്ഷേ ഇതൊന്നുമല്ല, NDAക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വടക്കൻ കേരളത്തിൽ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്, കാസർഗോഡ്, മഞ്ചേശ്വരം തുടങ്ങിയ 3 മണ്ഡലങ്ങൾ. അത് BJPക്ക് ഉറച്ച, അതായത് ചരിത്ര താമര ഈ 3 ഇടങ്ങളിലും വിരിയുമെന്ന് BJP ക്യാമ്പ് ഉറപ്പിച്ചു വിശ്വസിക്കുന്ന 3 സ്ഥലങ്ങളാണുള്ളത്. മഞ്ചേശ്വരത്തൊക്കെ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കപ്പിനും ചുണ്ടിനും BJP. രേഷ്മയിലേക്ക് പോവുകയാണ്. ഓക്കെ അനഘ, വ്യക്തമാണ് മലബാറിലെ രാഷ്ട്രീയ പശ്ചാത്തലം. രേഷ്മ ബാബു കൂടി ചേരുകയാണ്. മധ്യ തിരുവിതാംകൂറിൽ പ്രത്യേകിച്ച് 2020 NDA പ്രവേശനത്തിന് ശേഷം നടന്നിട്ടുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ NDAയിലേക്ക് 2020 കൂടി എത്തിയതിനു ശേഷം മധ്യ തിരുവിതാംകൂറിൽ വന്നിട്ടുള്ള മാറ്റം അത് എത്രത്തോളം തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് NDA ക്യാമ്പ് കരുതുന്നുണ്ട്? മറ്റു മുന്നണികളുടെ പ്രതീക്ഷ എന്താണ് രേഷ്മ? ഗൗതം, 2020യുടെ കടന്നുവരവ് NDAക്ക് വലിയ കരുത്താണ് പകർന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ മലയോര മേഖലകൾ, കിഴക്കൻ മലയോര മേഖലകളിൽ വലിയൊരു ഭൂരിപക്ഷം 2020ക്കുണ്ട്. പ്രത്യേകിച്ച് കുന്നത്തുനാട് കേന്ദ്രീകരിച്ചാണ് ഈ ഭൂരിപക്ഷമുള്ളത്. കഴിഞ്ഞ തവണ ഡോക്ടർ സുജിത് P. സുരേന്ദ്രൻ 2020യുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം നേടിയ വോട്ടുകൾ എന്ന് പറയുന്നത് 42,000-ത്തിലധികമാണ്. ഇത്തവണ 2020ക്ക് തന്നെയാണ് അവിടെ NDAയിൽ നിന്ന് സീറ്റ് കിട്ടിയത്. NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് ബാബു ദിവാകരനാണ്. ബാബു ദിവാകരൻ എന്ന് പറയുന്നത് മുൻ കോൺഗ്രസ് നേതാവാണ്. അതോടൊപ്പം തന്നെ 2020യുടെ വലിയ ഭൂരിപക്ഷ മേഖലയായിട്ടുള്ള കുന്നത്തുനാട്ടിൽ ഇത്തവണ NDAക്ക് വിജയ പ്രതീക്ഷയുണ്ട്. കാരണം വലിയൊരു ശതമാനം ആളുകൾ 2020യെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇത് തന്നെയാണ് NDAക്ക് പ്രതീക്ഷ പകരുന്ന ഒരു കാര്യം. ഈ പറയുന്ന കുന്നത്തുനാട്ടിൽ മാത്രമല്ല, മറ്റ് എല്ലാ മണ്ഡലങ്ങളിലും, എറണാകുളം ജില്ലയിലെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും 2020ക്ക് ശക്തമായിട്ടുള്ള ഒരു വേരോട്ടമുണ്ട്. അത് NDAക്ക് ഒരു പ്രതീക്ഷ പകരുന്നുണ്ട്. അത് മാത്രമല്ല, തൃപ്പൂണിത്തുറയിൽ NDAയുടെ തന്നെ ഒരു താവളമാണ്, അല്ലെങ്കിൽ BJPയുടെ കരുത്തുറ്റ മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് തൃപ്പൂണിത്തുറ. അവിടെ അടിപതറില്ല എന്നുള്ള ആത്മവിശ്വാസം BJPക്കുണ്ട്. അവിടെ അഞ്ജലി നായരാണ് NDAയുടെ സ്ഥാനാർത്ഥി. മികച്ച വിജയം നേടുമെന്നുള്ള വ്യക്തമാണ്.